2023 ഏപ്രിലിലെ രാമനവമി ദിവസം ആഗ്രയിൽ പശുവിനെ അറക്കുന്നതിനിടെ ഒരു സംഘം ആളുകളെ ജനക്കൂട്ടം തടഞ്ഞുവെച്ചു. ഈ സംഭവം അവിടെ ഒരു കലാപത്തിന് തിരികൊളുത്തി. 2022 ഓഗസ്റ്റിൽ ഉത്തർപ്രദേശിലെ കനൌജ് ജില്ലയിൽ ഒരു ശിവക്ഷേത്രത്തിന് നേർക്ക് ഗോമാംസമെറിഞ്ഞു. ഇതും അവിടെ ഒരു കലാപത്തിന് വഴിമരുന്നിട്ടു. 2020 മെയ്യിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഒരു ക്ഷേത്രത്തിന് നേർക്ക് സമാന രീതിയിൽ മാംസമെറിഞ്ഞു. 2024 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ഒരു സംഘം ആളുകൾ പശുവിനെ കശാപ്പ് ചെയ്യുന്നതിനിടെ പിടിയിലായി. ഇതൊക്കെ കേൾക്കുന്നവർക്ക് തോന്നാം ആർക്കാണ് ഭാരതത്തിലെ ഹൈന്ദവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് നേട്ടമെന്നുള്ളത്. എന്തിനാണ് നിരന്തരം മതസ്പർദ്ധ ഉണ്ടാക്കുന്നത്? പക്ഷേ അതിൻ്റെ ഉത്തരം നിങ്ങൾ ചിന്തിക്കുന്നതിന് നേർ വിപരീതമാകും. അതിലാദ്യത്തേത് ആഗ്രയിൽ പശുവിനെ കശാപ്പ് ചെയ്ത സംഭവമാണ്. അവിടെ പശുവിനെ കശാപ്പ് ചെയ്ത് വർഗീയ കലാപത്തിന് തുടക്കം കുറിച്ചവർ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരായിരുന്നു. ഉത്തർപ്രദേശിൽ തന്നെ ശിവക്ഷേത്രത്തിന് നേർക്ക് ബീഫെറിഞ്ഞ സംഭവത്തിലും കുറ്റവാളി ചഞ്ചൽ ത്രിപാഠി എന്ന ഹിന്ദു തന്നെയായിരുന്നു. 10,000 രൂപ നൽകി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന അറവുകാരനെ കൊണ്ട് ഇങ്ങനെയൊരു കുറ്റകൃത്യം അയാൾ ചെയ്യിപ്പിച്ചു. ഇനി കേരളത്തോട് ഏറ്റവും അടുത്ത കോയമ്പത്തൂരിലെ രാഘവേന്ദ്ര ക്ഷേത്രത്തിന് നേർക്ക് മാംസക്കഷ്ണമെറിഞ്ഞ സംഭവത്തിലും പ്രതി തമിഴ്നാട് പോലീസിൻ്റെ പിടിയിലായി. അവിടെയും പിടിയിലായത് ഹിന്ദുവായ ഹരിരാം പ്രകാശ് എന്ന 48 വയസ്സുകാരൻ. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇയാൾ പോലീസിൻ്റെ FIRൽ മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ്. ഇനി മൊറാദാബാദിൽ പശുവിനെ കശാപ്പ് ചെയ്ത സംഭവത്തിൽ UP പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഉത്തർപ്രദേശിലെ ബജ്രംഗ് ദൾ നേതാവ് ഉൾപ്പെടെ ഉണ്ടായിരുന്നവരെല്ലാം ഹിന്ദുക്കൾ തന്നെയായിരുന്നു. ഇവരിങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇവർക്ക് വിരോധമുണ്ടായിരുന്ന ഒരു മുസ്ലിം വിഭാഗത്തിലെ വ്യക്തിയെ ഒരു കേസിൽപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ബജ്രംഗ് നേതാവ് മോനു ബിഷ്ണോയ് അടക്കമുള്ള പ്രതികൾ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ ഗോ കശാപ്പ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങളുടെ കുറച്ചു മാത്രം ഉദാഹരണങ്ങളാണ് മേൽപ്പറഞ്ഞതെല്ലാം. രാജ്യത്തെ ഏറ്റവും പ്രബലമായ മതവിഭാഗം ഹൈന്ദവരാണെന്നിരിക്കെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മറ്റു മതങ്ങളോട് ഒരു സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. ആദ്യമായി അവർ ഹിന്ദുക്കളിൽ തങ്ങൾ ഹിന്ദുക്കളാണ് എന്നുള്ളൊരു അഭിമാനബോധം നിറയ്ക്കുന്നു. പ്രധാനമായും ഹിന്ദുക്കളിൽ ഏറ്റവും ഉയർന്ന ജാതിയിലുള്ളവർ വിദ്യാഭ്യാസപരമായോ ജോലിപരമായോ ഒന്നും ഉയർന്നതല്ലെങ്കിൽ പോലും അവർ സമൂഹത്തിൽ ഏറ്റവും ഉന്നതനാണെന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കും. നിങ്ങൾ ഇന്ന ജാതിയിലാണ് ജനിച്ചത്, അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല എന്നൊക്കെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അവരിലേക്ക് അടിച്ചേൽപ്പിക്കും. ഇനി രണ്ടാമത്തേത്, മുൻ തലമുറകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം അനുഭവിച്ച ഒരു അവഗണന, അല്ലെങ്കിൽ മുഗൾ രാജവംശങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ നേരിട്ട ചൂഷണങ്ങളെല്ലാം അവരുടെ ബോധത്തിലേക്ക് ഉയർത്തിവിടും. മൂന്നാമതായി നിങ്ങളിലേക്ക് അവർ ഭയം നിറയ്ക്കും. നിങ്ങളെപ്പോഴും ഒരു വാളിൻ തുമ്പിലാണ്, അവർ നിങ്ങളെ ഏതു സമയവും ആക്രമിക്കുമെന്നൊക്കെ മറ്റ് മതവിഭാഗങ്ങളെക്കുറിച്ച് തെറ്റായ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി നാലാമത്തേത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തിന് സമാനമാണ്, അദ്ദേഹത്തിന് മാത്രമേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള PR അമ്പുകൾ നിങ്ങളിലേക്ക് എയ്യുകയായി. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ നരേന്ദ്രമോദി താരതമ്യപ്പെടുന്നത് ദൈവത്തോടാണ്. BJP നേതാക്കളടക്കം നരേന്ദ്രമോദിയെ ദൈവങ്ങളോട് താരതമ്യപ്പെടുത്തുന്നു. ഇതുവഴിയാണ് അവർ ഹൈന്ദവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. ചരിത്രപരമായി സംസാരിച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ഏകാധിപതികൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ചിലി ആയിക്കോട്ടെ, റുവാണ്ട ആയിക്കോട്ടെ, അവിടെയെല്ലാം അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളായിരുന്നു ഈ ഏകാധിപതികളുടെ പിടിവള്ളി. പാകിസ്ഥാനിൽ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അവരിൽ രാജ്യത്തെ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെക്കുറിച്ച് തെറ്റായൊരു സന്ദേശം പ്രചരിപ്പിക്കും. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ഷിയ മുസ്ലിം വിഭാഗം, അഹമ്മദിയ മുസ്ലിം വിഭാഗം തുടങ്ങി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷത്തിനൊരു ഭീഷണിയാണെന്ന് വരുത്തി തീർക്കും. 2021 BBC പുറത്തുവിട്ട ഒരു വീഡിയോ റിപ്പോർട്ട് പാകിസ്ഥാനിലെ സ്കൂൾ ബുക്കുകളിൽ പോലും അന്യമത സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങളുണ്ടായിരുന്നു. കുട്ടികളിൽ മതത്തിൻ്റെ പേരിലുള്ള വിഷം നിറച്ചു. ഹിന്ദുക്കളും സിഖുകാരും ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി എന്ന തരത്തിലുള്ള ലേഖനങ്ങളടക്കം പാകിസ്ഥാനിലെ സ്കൂൾ ബുക്കുകളിലുണ്ടായിരുന്നു. ഇതുതന്നെ പാകിസ്ഥാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷമയമായ കാലഘട്ടത്തിൻ്റെ നേർചിത്രമാണ്. ആ രാജ്യം ഇന്ന് കടന്നുപോകുന്ന അവസ്ഥ മാത്രം നോക്കുക. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ 40% വരുന്ന ജനത ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ്. അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. എന്നിട്ടും പാകിസ്ഥാനിലെ ഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിം വിഭാഗങ്ങൾക്ക് തങ്ങളുടെ രാജ്യം കടന്നു പോകുന്ന അവസ്ഥയേക്കാൾ ഭയം അപരമത വിഭാഗങ്ങളെയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയും സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. 1919 വാഷിംഗ്ടണിൽ കറുത്ത വർഗ്ഗക്കാരനായ ലൂയിസ് സിമ്മൺസ് കുറച്ചാളുകളെ ആക്രമിക്കുകയും കവർച്ച നടത്തുകയും ചെയ്തു. അതിൽ ഒരാൾ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അവരും ഒരു കറുത്ത വർഗ്ഗക്കാരി തന്നെയായിരുന്നു. ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്തെന്നാൽ വാഷിംഗ്ടണിലെ ഒരു മാധ്യമങ്ങളും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ മനഃപൂർവ്വം ഈ സംഭവം വിസ്മരിച്ചു. പക്ഷേ 5 ദിവസങ്ങൾക്ക് ശേഷം ഒരു വെളുത്ത വർഗ്ഗക്കാരി ഒരു കറുത്ത വർഗ്ഗക്കാരനാൽ ആക്രമിക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ മുഖ്യ പേജിൽ തന്നെ ഈ വാർത്ത ഇടം പിടിച്ചു. ഇതേ തുടർന്ന് പല ഭാഗത്തും വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള പരസ്യമായ കലാപങ്ങളുണ്ടായി.
ആ കലാപങ്ങളിൽ 39 പേരാണ് കൊല്ലപ്പെട്ടത്. 180ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി. ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതി കൃത്യം 3 വർഷത്തിന് ശേഷം US പോലീസിന്റെ പിടിയിലായി. കൃത്യം 100 വർഷങ്ങൾക്ക് ശേഷം 2019 അന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമമായ ദ വാഷിംഗ്ടൺ പോസ്റ്റ് തങ്ങൾ നൽകിയ ആ വാർത്തയിൽ അന്ന് ഖേദം പ്രകടിപ്പിച്ചു. അതിലൊരു വർഗീയമായ വേർതിരിവുണ്ടായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു ആർട്ടിക്കിൾ തങ്ങളുടെ പത്രത്തിൽ തുറന്നെഴുതി. ഇന്ന് അതേ സംഭവം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിങ്ങളൊരു വാർത്ത കേട്ടിരിക്കാം. ശ്രദ്ധാ വാൽക്കർ എന്ന ഹിന്ദു യുവതിയെ അവരുടെ മുസ്ലിം കാമുകനായ അഫ്താബ് അമീൻ പൂനാവാല കൊലപ്പെടുത്തി മൃതശരീരം മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത്. അന്ന് രാജ്യത്തെ ഗോദി മീഡിയകളെല്ലാം ഈ സംഭവം മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിച്ചു. രാജ്യത്ത് മനഃപൂർവ്വമായ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഈ മാധ്യമങ്ങളുടെ ശ്രമം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായി. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി രാജ്യത്തെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ന്യൂസ് 18 നെറ്റ്വർക്കിനും രാജ്യത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകരായ അമീഷ് ദേവഗണിനും അമൻ ചോപ്രയ്ക്കും ഉൾപ്പെടെ പിഴ ചുമത്തിയ വാർത്ത പിന്നീട് കേട്ടു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലും ഈ സംഭവം മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് കാരണമായി. ഒളിഞ്ഞും തെളിഞ്ഞും സാമൂഹിക മാധ്യമങ്ങളിൽ മുസ്ലിം മതത്തെ പരസ്യമായി അധിക്ഷേപിച്ചുള്ള പോസ്റ്റുകൾ പതിവായി. സാമൂഹിക മാധ്യമത്തിൽ വളരെയധികം ഫോളോവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസർ ബോളിവുഡ് താരം സോനാക്ഷി സിൻഹയും അവരുടെ ഒരു മുസ്ലിം സുഹൃത്തുമായിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: സോനാക്ഷി സിൻഹയുടെ പിതാവ് ശത്രുഘ്നൻ സിൻഹ തൻ്റെ മകൾക്ക് കൊടുക്കുന്ന സ്ത്രീധനത്തിൽ നിന്ന് ഫ്രിഡ്ജ് ഒഴിവാക്കി. പ്രത്യക്ഷത്തിൽ ഒരു തമാശയായി തോന്നുമെങ്കിലും ഇതിന് പിന്നിലെ അപകടം ഏറെ വലുതായിരുന്നു. ഗോദി മീഡിയകളിലും സാമൂഹിക മാധ്യമങ്ങളിലും മേര അബ്ദുൾ എന്ന പേരിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ പ്രചരിച്ചു. ഈ പോസ്റ്റുകളുടെയും സന്ദേശങ്ങളുടെയും എല്ലാം പിന്നിൽ അവർക്ക് പറയാനുള്ള ഒരേയൊരു സന്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്: എല്ലാ മുസ്ലിങ്ങളിലും ഒരു കൊലയാളിയുണ്ട്. ആ അബ്ദുൾ എന്ന പ്രയോഗം സൂചിപ്പിച്ചത് മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളെയുമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമാന രീതിയിലുള്ള ഒരു സംഭവം കർണാടകയിൽ നിന്ന് പുറത്തു വന്നു. ഫയാസ് എന്ന മുസ്ലിം യുവാവ് നേഹ എന്ന ഹിന്ദു യുവതിയെ കൊലപ്പെടുത്തി. ഒരു തവണ കൂടി തീവ്രവലത് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാരും ഗോദി മീഡിയയും ഇതൊരു അവസരമായി എടുത്തു. അവർ ഈ സംഭവം രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള ഒരു വിദ്വേഷ പ്രചാരണത്തിനായി ഉപയോഗിച്ചു. അതോടൊപ്പം ഹിന്ദുക്കളിൽ തങ്ങളിപ്പോഴും വലിയ അപകടത്തിലാണ്, തങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോദിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു. മുസ്ലിങ്ങളെല്ലാം അപകടകാരികളാണെന്ന് വരുത്തി തീർക്കാൻ അവർ പല രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. ഹിന്ദു യുവതികളുടെ കൊലപാതകങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം പേരുകാരെ അവർ കൃത്യമായി ഉപയോഗിച്ചു. ഡൽഹിയിൽ ശ്രദ്ധാ വാൽക്കർ എന്ന യുവതിയെ മുസ്ലിം കാമുകൻ കൊല്ലുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ തന്നെ നജഫ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ നിക്കി യാദവ് എന്ന പെൺകുട്ടി കാമുകനായ സഹിൽ ഗെഹ്ലോട്ടിനാൽ കൊല്ലപ്പെട്ടു. ശ്രദ്ധാ വാൽക്കറുടെ കൊലപാതകത്തിന് സമാനമായി അതേ രീതിയിൽ മൃതശരീരം മുറിച്ച് കഷ്ണങ്ങളാക്കി അയാളുടെ റെസ്റ്റോറൻറ്റിലെ ഫ്രിഡ്ജിൽ വെച്ചു. ആദ്യത്തെ കേസും ഈ സംഭവവും ഏകദേശം ഒരേ തരത്തിലുള്ള കുറ്റകൃത്യം തന്നെയാണ്. എന്നാൽ ആദ്യത്തേതിൽ ഹിന്ദു മുസ്ലിം ഭിന്നിപ്പിനുള്ള സാധ്യതയുണ്ടായിരുന്നു. രണ്ടാമത്തെ സംഭവത്തിൽ അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാർത്ത അധികം ആഘോഷിക്കപ്പെട്ടില്ല. ജൂലൈയിൽ ബീഹാറിലെ വൈശാലി ജില്ലയിൽ സോനം പർവീൻ എന്ന 17 വയസ്സുകാരി അമൻ കുമാർ എന്ന വ്യക്തിയാൽ കൊല്ലപ്പെട്ടു. ഇതിൽ ഹിന്ദു യുവതിയും മുസ്ലിം യുവതിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ന്യൂസ് 8 ഹിന്ദി വെബ്സൈറ്റിൽ അവർ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. പക്ഷേ അതിൽ കുറ്റവാളിയായ യുവാവിൻ്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയും കൊലപാതകയും തമ്മിൽ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ തന്നെ നജഫ്ഗഡിൽ നിന്നുള്ള വിപുൽ സിംഗ് എന്നയാൾ ഒരു മുസ്ലിം യുവതിക്ക് നേരെ അതിക്രമം നടത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ വിഷയത്തിലും മാധ്യമങ്ങൾ വാർത്തകൾ ആഘോഷമാക്കിയില്ല. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഐനാസ് എന്ന 21 വയസ്സുകാരിയായ മുസ്ലിം യുവതിയും സഹോദരി അഫ്നാനും സഹോദരൻ 14 വയസ്സുകാരനായ അസീമും അവരുടെ മാതാവ് ഹസീനയും ഉടുപ്പിയിലെ വീട്ടിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു. നവംബർ 15-ന് ഇതിലെ പ്രതിയായ പ്രവീൺ അരുൺ ചൗഗലെ എന്ന 39 വയസ്സുകാരൻ പിടിയിലായി. ഇയാളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യം മൂലമാണ് ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ഇയാൾ കടന്നത്. അവിടെയും പ്രതിസ്ഥാനത്ത് ഹിന്ദു യുവാവും ഇരയായത് മുസ്ലിം യുവതിയും. അവിടെയും ഗോദി മീഡിയ നിശബ്ദമായിരുന്നു. ഇനി മറ്റൊരു സംഭവം കൂടി നോക്കാം. ഏകദേശം 25 ദിവസങ്ങൾക്ക് മുൻപ് 26 വയസ്സുകാരിയായ റുക്സർ എന്ന മുസ്ലിം യുവതി വിപുൽ ടൈലർ എന്ന ഹിന്ദു യുവാവിനാൽ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തിന് പിന്നാലെ വാർത്ത റിപ്പോർട്ട് ചെയ്ത ദൈനിക് ജാഗരൻ അവരുടെ ആർട്ടിക്കിളിൽ ഒരിടത്തും ഈ പെൺകുട്ടിയുടെ പേര് പരാമർശിച്ചില്ല. 2022-ലെ NCRBയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് 2022-ൽ മാത്രം 4,50,000 കേസുകളാണ് സ്ത്രീകൾക്കെതിരെ മാത്രം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ 2,852 കേസുകൾ കൊലപാതകങ്ങളാണ്. ഓരോ വർഷവും 8,000-ലധികം സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. ഇതിലേതാനും ചില കേസുകൾ മാത്രമാണ് ഒരു മുസ്ലിം പേരുകാരൻ പ്രതിസ്ഥാനത്താകുന്നത്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ തലയിലേക്ക് മതം കയറ്റിവിട്ട ആളുകൾ പ്രതികരിക്കുന്നത്.
ഒരു ഹിന്ദു യുവാവ് ഹിന്ദു യുവതിയെ കൊന്നാലോ ഒരു ഹിന്ദു യുവാവ് മുസ്ലിം യുവതിയെ കൊന്നാലോ അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. പകരം സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന നുണ ഫാക്ടറികൾ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തും. അവർ നരേന്ദ്രമോദിക്ക് ഒരു ദൈവികമായ പരിവേഷം നൽകും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ പൊതുവേദികളിൽ വിവാദകരമായ പ്രസ്താവനകൾ നടത്തും. അങ്ങനെ അവരുടെ ഒരു അജണ്ട രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ തലച്ചോറുകളിലേക്ക് എത്തും. രാജ്യത്തെ ഹിന്ദുക്കൾ അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ കുറേ കുട്ടികളെ സൃഷ്ടിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ തങ്ങളുടേതാക്കി അനുഭവിക്കുമെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചാരണങ്ങളിൽ വീണു പോകുന്ന ദുരവസ്ഥ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയ്ക്ക് ഒന്നാകെയുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് 5 സഹോദരങ്ങളുണ്ട്. UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന് 6 സഹോദരങ്ങളാണുള്ളത്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമല്ലല്ലോ വലിയ അളവിൽ വംശവർധന ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് ഫീമെയിൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ലക്ഷദ്വീപിൽ 96% വരുന്നത് മുസ്ലിം ജനതയാണ്. ഇവിടെ ഫീമെയിൽ ലിറ്ററസി വളരെയധികം ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഫെർട്ടിലിറ്റി നിരക്ക് വളരെ താഴ്ന്നു നിൽക്കുന്നു. ലക്ഷദ്വീപിനെ മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ തന്നെ ശരാശരി ഒരു വനിത ജന്മം നൽകുന്നത് 1.4 കുട്ടികൾക്കാണ്. രാജ്യത്തിൻ്റെ മൊത്തം ശരാശരി ഇക്കാര്യത്തിൽ 2 ആണെന്ന് ഓർക്കണം. ഫീമെയിൽ ലിറ്ററസിയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ബീഹാറിൽ ജനനനിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം മുസ്ലിം കുടുംബത്തിൽ മാത്രമേ ജനനനിരക്ക് ഉയർന്നു നിൽക്കുന്നു എന്നല്ല. അതുതന്നെയാണ് ഓരോ കാര്യത്തിലും സംഘപരിവാർ അടിച്ചേൽപ്പിക്കുന്ന ഒരു തെറ്റായ പ്രൊപ്പഗണ്ടയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളിലേക്കും എത്തുന്നത്. അവിടെ അവരെല്ലാം രക്ഷകരായി കണ്ടെത്തുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയെയും എന്ത് അപകടമുണ്ടായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തങ്ങളുടെ സംരക്ഷകനാകുമെന്ന് പറയുന്നതിലൂടെ ഒരു പ്രത്യേക മതവിഭാഗമാണ് തങ്ങളുടെ ശത്രുക്കളെന്ന് പരസ്യമായി ഒളിഞ്ഞും തെളിഞ്ഞും ഹിന്ദുക്കളിലേക്ക് എത്തിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം തന്നെ ഏറ്റവും കറുത്ത അധ്യായത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുജറാത്തിലെ സൂറത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന വോട്ടെണ്ണലിന് മുൻപേ അവിടെ BJP സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ ജയിച്ചു കഴിഞ്ഞു. 11 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി സൂറത്തിൽ 8 സ്ഥാനാർത്ഥികളും തങ്ങളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അടക്കം 2 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയി. അതോടെ അവിടെ BJP സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ എതിരാളികൾ ആരുമില്ലാതെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യക്ഷത്തിൽ ഒരു സാധാരണ സംഭവമായി തോന്നുമെങ്കിലും ഇതിന് പിന്നിലെ അപകടം ചെറുതൊന്നുമല്ല. അവിടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള മൗലികമായ അവകാശം പോലും നഷ്ടപ്പെട്ട എത്ര ലക്ഷം ജനങ്ങളുണ്ട്. വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിച്ചതിലൂടെ ജനാധിപത്യത്തെ തന്നെ തകർത്തിരിക്കുന്നു. സൂറത്ത് ഒരു സൂചനയാണ്. രാജ്യമെമ്പാടും പടരാൻ പോകുന്ന ഒരു ഏകാധിപത്യ വാഴ്ചയുടെ തുടക്കം.